ഈ ഫസ്റ്റ് വെർബ് എവിടെ ഇടാന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാൻ തോന്നണേ? ഫസ്റ്റ് വെർബ് ഇപ്പോൾ ഫസ്റ്റ് വെർബ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഗോ, വെന്റ്, ഗോൺ. അപ്പോൾ ഗോ, ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്ക്, റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് വെർബ് എവിടെ ഇടുക എന്ന് ചോദിച്ചാൽ നോർമലി MA കഴിഞ്ഞ ആളുകൾക്കും പറയാൻ തോന്നുന്നത് എന്താ അറിയോ? ഫസ്റ്റ് വെർബ് എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസന്റ്, ഇപ്പം നടക്കുന്ന കാര്യം പറയുമ്പോൾ ഫസ്റ്റ് വെർബ്. അല്ലെങ്കിൽ ചില ആളുകൾ പറയും ശീലങ്ങൾ, നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള ശീലങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഫസ്റ്റ് വെർബ് ഇടും. അപ്പോഴേ കഴിഞ്ഞ കാര്യങ്ങളുടെ കൂടെ ഫസ്റ്റ് വെർബ് ഇടാറില്ലേ? ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, കറക്റ്റായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. എനിക്ക് ഇന്നലെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു, ഐ കുഡ് റൈറ്റ് ദി എക്സാം യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു കേട്ടോ, ഐ കുഡ് ടേക്ക് ദി ടിക്കറ്റ് യെസ്റ്റർഡേ. അപ്പോഴോ ടേക്ക് വന്നില്ലേ അവിടെ? അപ്പൊ ഫസ്റ്റ് വെർബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നതിന്റെ കൂടെ മാത്രം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചില കണ്ടീഷൻസിന്റെ കൂടെ എല്ലാം ഫസ്റ്റ് വെർബ് ഇടാം. അതിപ്പോ പാസ്റ്റും വരും. ഉദാഹരണത്തിന് ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ EMI അടയ്ക്കുമായിരുന്നു എന്നാ. അപ്പൊ ഇഫ് ഐ ഗോട്ട് ദ സാലറി ഐ വുഡ് പേ ആണ് ഇട്ട്, പേ അല്ലേ? പെയ്ഡ്, പെയ്ഡിന്റെ പേ. അപ്പൊ ഫസ്റ്റ് വെർബ് എന്ന് പറയുമ്പോ ഇപ്പൊ നടക്കണതിന്റെ കൂടെ മാത്രമല്ല, അത് പാസ്റ്റിന്റെ കൂടെയും ഫ്യൂച്ചറിന്റെ കൂടെയും ഒക്കെ ഫസ്റ്റ് വെർബ് ഇടും. നിബന്ധനകൾ ഒരുപാടുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് പഠിക്കണേനെ. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. ശീലങ്ങൾ പറയുമ്പോൾ മാത്രമേ ഫസ്റ്റ് വെർബ് എന്ന് പറഞ്ഞാ ഞാൻ മനസ്സിലാക്കുന്നു, ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയണതിനകത്ത് എന്തോ ശീലമുണ്ട് അല്ലേ? വ്യക്തമായിട്ട് പഠിക്കാം. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇന്റർമീഡിയറ്റിനാണെങ്കിലോ 380 ടോപ്പിക്സ്. ഇനി അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിക്കും. സോ യു ആർ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു.